നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വ്യക്തിജീവിതത്തിലും വലിയ ജാഗ്രത പുലർത്തണം. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ ചെറിയ അശ്രദ്ധ പോലും ഉണ്ടാകരുത്. ഭൂപതിവ് ഭേദഗതി ബിൽ വിഷയത്തിൽ ഗവർണർക്കെതിരെയും മന്ത്രിയുടെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ബില്ലിൽ ഒപ്പിടാതിരുന്നത് ദുരൂഹമെന്നും മന്ത്രി. കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി വാങ്ങുന്നത് അമിത വില നൽകി. പോംവഴി വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതു മാത്രം. പവർ കട്ട് ഒഴിവാക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്നും മന്ത്രി. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. സൂര്യാഘാതം വർദ്ധിക്കാൻ സാധ്യത. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ബസ് സ്റ്റാൻഡുകളിൽ അപകടം കുറയ്ക്കുന്നതിനുള്ള നാറ്റ്പാക് നിർദ്ദേശം ഒറ്റപ്പാലത്ത് നടപ്പാക്കിയത് 5 വർഷത്തിനിപ്പുറം. ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് ഹമ്പ് സ്ഥാപിച്ച് വേഗത നിയന്ത്രിക്കണമെന്ന് നാറ്റ്പാക് നിർദ്ദേശിച്ചത് 2019. ഒറ്റപ്പാലത്ത് ഇക്കാര്യത്തിൽ നടപടിയുണ്ടായത് ആഴ്ചകൾക്ക് മുമ്പ് അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ മാത്രം. വാണിയംകുളത്ത് പഞ്ചായത്തിന്റെ ആർട്ടിഫിഷ്യൽ ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ടർഫ് ജൂലൈ മാസത്തോടെ കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കും. ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള മൈതാനം ഒരുക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച 4,32 ലക്ഷം രൂപ ചിലവിൽ. നിർമ്മാണം സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ. വാർത്തകൾ വിശദമായി. EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പുലർത്തേണ്ട വിവിധ ജാഗ്രതകളുണ്ടെന്ന് കെ രാജൻ ചൂണ്ടിക്കാട്ടി. ഭൂപതിവ് ഭേദഗതി ബിൽ വിഷയത്തിൽ ഗവർണറെയും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ടുതന്നെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് കെ രാജൻ പ്രതികരിച്ചു. പൊതുപ്രവർത്തനത്തിലും വ്യക്തിജീവിതത്തിലും വലിയ ജാഗ്രത ആവശ്യമാണ്. ഇക്കാര്യം തിരിച്ചറിഞ്ഞാവണം പൊതുപ്രവർത്തനമെന്നും മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികളെല്ലാവരും CM സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തനത്തിൽ പുലർത്തേണ്ട പല വിധത്തിലുള്ള ജാഗ്രതകളുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കി പോവുകയാണ് ഏറ്റവും നല്ലത്. ജനാധിപത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തേണ്ട മര്യാദകളുണ്ട്. ജനാധിപത്യത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ റെക്കോർഡ് ചെയ്യാത്ത ഫോണുകൾ വളരെ കുറവായിട്ടുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ, ജനാധിപത്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട ജാഗ്രതയുണ്ട്. വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഭൂപതിവ് ഭേദഗതി ബിൽ വിഷയത്തിൽ ഗവർണർക്കെതിരെ മന്ത്രി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ബില്ലിൽ ഒപ്പിടാതിരുന്നത് ദുരൂഹമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ചട്ടങ്ങൾ പാലിക്കാതെ ഒപ്പിടുന്നത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി. ഗവർണർക്ക് ചിലരുമായി അന്തർധാരയുണ്ടെന്നും കെ രാജൻ പറഞ്ഞു. ബിൽ പാസാക്കിയ സ്ഥിതിക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത് ചട്ടങ്ങൾ സർക്കാർ അടിയന്തരമായി നിർമ്മിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിനോട് ഏതെങ്കിലും വിധത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ഇക്കാര്യത്തിൽ നടത്താൻ ഭരണഘടന അനുവദിക്കില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പരാതി ഗവർണർക്കുണ്ടെങ്കിൽ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ അതിന് മറുപടി കൊടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി നൽകിയിട്ടും നിർഭാഗ്യവശാൽ ഈ നിയമ ഭേദഗതി പാസ്സാക്കാൻ ഗവർണർ തയ്യാറായില്ല. നിയമസഭയ്ക്ക് തിരിച്ചയച്ചില്ല. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തിയില്ല. സാധാരണ നിലയിൽ നിയമസഭയ്ക്ക് തിരിച്ചയച്ചാൽ നിയമസഭ അതേ ബില്ല് തന്നെ വീണ്ടും പാസ്സാക്കി ഗവർണർക്ക് 6 മാസത്തിനുള്ളിൽ അയച്ചാൽ ഒപ്പിടുകയല്ലാതെ മറ്റൊരു മാർഗവും ഗവർണർ മുമ്പിലില്ല, പിന്നെ സംശയവുമില്ല. എന്നാൽ ഇത് മൂന്നും നടത്താതെ ചട്ടം അനുച്ഛേദം 200 പ്രകാരം സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണെങ്കിൽ സുപ്രീം കോടതിയിൽ സർക്കാർ കേസ് കൊടുത്ത് സുപ്രീം കോടതി തന്നെ സർക്കാർ ഗവർണറോട് ഇക്കാര്യം ചോദിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ ബില്ല് പിടിച്ചു വച്ചത് സംശയാസ്പദമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അമിത വില നൽകിയാണ് വൈദ്യുതി വാങ്ങുന്നതെന്നും വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
വൈദ്യുതി ഉപയോഗം കൂടിയതാണ് അപ്രഖ്യാപിത പവർ കട്ടിന്റെ സാഹചര്യമൊരുക്കിയത്. പവർ കട്ട് ഒഴിവാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കലാണ് ഇതിനുള്ള ഏക പോംവഴി. ഇതിന് എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പവറിന്റെ ഉപയോഗം വല്ലാതെ 6 ഇരട്ടി 10 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിക്കുമുണ്ടാകുന്ന ദുർബലമാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൽ എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളതിൻ്റെ കണക്കിന് അതിൻ്റെ 6 ഇരട്ടി 7 ഇരട്ടി ഉപയോഗിക്കുമ്പോൾ ഒരു AC പകരം 4 AC ഉപയോഗിക്കാനുണ്ടാകുന്ന അധിക വൈദ്യുതി വരുമ്പോൾ ഉണ്ടാകുന്ന ലോഡ് ഷെഡിങ് എന്നൊക്കെ പവർ ഓഫ് ആവും. അപ്പോൾ വരുന്ന വിഷമങ്ങളാണ് ഇത് വരുന്നത്. കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. കൂടുതൽ വില നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത്. വൈദ്യുതി ക്ഷാമം സംബന്ധിച്ച ബോധം എല്ലാ ഉപഭോക്താക്കൾക്കും ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നവീകരണം പുരോഗമിക്കുന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവൃത്തിയിലെ അപാകതയാരോപിച്ച് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം. പ്രവൃത്തി നിർത്തിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടെങ്കിലും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചതോടെ നിർമ്മാണം തടസ്സപ്പെട്ടില്ല. 1 മാസത്തിലേറെയായി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഏപ്രിൽ 30-ന് ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച റോഡിന്റെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നിരുന്നത്. റോഡ് ഉയരത്തിലായതുകൊണ്ട് മഴക്കാലമായാൽ വെള്ളം കുത്തിയൊലിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വാർഡ് കൗൺസിലറും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയത്. എന്നാൽ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നവരുടെ നിസ്സംഗത കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ ക്ഷുഭിതരാക്കി. ക്വട്ടേഷൻ സംഘങ്ങളെപ്പോലെയാണ് ഇവർ സംസാരിച്ചതെന്ന് വാർഡ് കൗൺസിലർ പ്രവീണും സഹപ്രവർത്തകരും വ്യാപാരികളും പറഞ്ഞു. പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നവരുടെ നിസ്സംഗ നിലപാട് വാക്കുതർക്കത്തിൽ കലാശിച്ചു. വരാൻ പറ്റാതെ നിങ്ങളുടെ സ്വീകരണ പൈസ പൊതുമുതല തോന്നിയ പോലെ ഹൈറ്റ് കെട്ടുക, അങ്ങനത്തെ തോന്നിയ വെള്ളം മുമ്പ് നിങ്ങൾ പറയാൻ കഴിയില്ല. എമ്മി ഇത്ര ആൾക്കാർ സഹകരിച്ച റോഡ് പണി കേരളത്തിലുണ്ടാവും. 1 മാസമായിട്ട് കൂട്ടി കിടക്കുക, ആൾക്കാരൊക്കെ സഹകരിക്കുക. ഇവർക്ക് തോന്നിയ പോലെ ഇവർക്ക് പണി നടത്തില്ല. പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ റോഡ് പണി നിർത്തിവെക്കണമെന്ന് 20-ാം വാർഡ് കൗൺസിലർ പ്രവീൺ ആവശ്യപ്പെട്ടു. എന്നാൽ കൗൺസിലറുടെ വാക്ക് കേൾക്കാതെ പ്രവൃത്തി തുടർന്നു. ഇതോടെ കൗൺസിലറും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും നാട്ടുകാരും മുദ്രാവാക്യം വിളിച്ച് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിനിടെ കൗൺസിലർ എമ്മിയെ വിളിച്ച് നിർമ്മാണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും നിസ്സംഗമായ നിലപാടാണ് ഉണ്ടായതെന്ന് കൗൺസിലർ പറഞ്ഞു. നവീകരണം നടക്കുന്ന ഭാഗം ചിത്രീകരിക്കാൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയതും പ്രശ്നം രൂക്ഷമാക്കി. ഇതിനിടെയാണ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്ഥലത്തെത്തിയത്. ചെയർമാനെ കണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി. നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും മറ്റു കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും ചെയർമാൻ വ്യക്തമാക്കി. സ്ഥലമെടുക്കുന്ന സമയത്ത് വ്യാപാരികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരാൾ പോലും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായില്ല. അന്ന് സ്ഥലം വിട്ടു നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളും സ്ലോപ്പാക്കണമെന്ന് കൗൺസിലറുടെ നിർദ്ദേശം സ്വീകാര്യമാണെന്ന് ചെയർമാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് പ്രവൃത്തി നടക്കുന്നവർക്ക് ചെയർമാൻ നിർദ്ദേശം നൽകി. ഇത് കാര്യം നടക്കല്ലേ വേണ്ട അത് നടക്കാനുള്ളത് പറയുന്നത് അതുവരെ നിങ്ങൾ നിങ്ങൾ വെറുതെ ഇതിന്റെ മുകളിൽ വർത്താനമായിട്ട് ഇത് പണി നടക്കാൻ വിട്ടുപോയിട്ട് കാര്യം നമുക്ക് ഈ റോഡിന്റെ ലെവലില് ബാക്കി അവർ ചെയ്തു. ബാക്കി നമ്മള് റോഡിന് അങ്ങോട്ടേക്ക് വെള്ളം പോകാത്ത റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ പറഞ്ഞു. പ്രശ്നം രൂക്ഷമായതോടെ ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം ഒരാഴ്ച കൂടി തുടർന്നേക്കും. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുമ്പോൾ കുടിവെള്ള പ്രതിസന്ധി ഉൾപ്പെടെ വലിയ ആശങ്കയാണ്
നിലനിൽക്കും. വറചട്ടിയിലാണ് പാലക്കാട് ജില്ല. പാലം കടന്നാൽ തൃശൂരിന്റെ എരിതീയ്. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് നാട്. പാലക്കാട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ മെയ് മാസത്തിലും കാര്യമായ വേനൽമഴ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുമ്പോൾ യാത്ര നാവുണങ്ങുന്ന നാൾ വഴികളിലൂടെ. പാലക്കാട് ജില്ലയിൽ 4 ദിവസമായി ഉഷ്ണതരംഗം തുടരുകയാണ്. ഈ പ്രതിഭാസം ഒരാഴ്ച നീണ്ടുനിന്നേക്കും. 2 സൂര്യാഘാത മരണങ്ങൾ ദിവസങ്ങൾക്കിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഈർപ്പം ശരാശരി 50 ഡിഗ്രി ആയതിനാൽ ചൂടിൻ്റെ കാഠിന്യം അതിരൂക്ഷമാണ്. 4 ദിവസമായി 41.8 ഡിഗ്രി സെൽഷ്യസാണ് അന്തരീക്ഷത്തിലെ ചൂട്. അത്യുഷ്ണം തുടരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ജലക്ഷാമവും രൂക്ഷമായി കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഭാരതപ്പുഴയിലെ ജലലഭ്യത നന്നേ കുറഞ്ഞിരുന്നു. ഇപ്പോൾ പുഴ ഏതാണ്ട് മരുഭൂമിയായ അവസ്ഥയാണ്. വ്യാപക മഴ പെയ്താൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാനാകൂ. അന്തരീക്ഷത്തിൽ മറ്റ് പ്രതിഭാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മെയ് മാസത്തിലും അത്യുഷ്ണം തുടരും. പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് ചാൽകീറിയും മറ്റും വെള്ളമെത്തിച്ച് ജലവിതരണം നിയന്ത്രിതമായി നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും എത്ര നാൾ ഇതെല്ലാം ഫലപ്രദമാകുമെന്ന് പറയാനാകില്ല. ഡാമുകൾ തുറന്ന് പുഴയിൽ വെള്ളമെത്തിച്ചാലും പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളമെത്തിക്കുക കൊടും ചൂടിൽ അസാധ്യമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കാലവർഷം എന്നെത്തുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയുമാണ്. ടാങ്കറുകളിൽ വെള്ളം വിതരണം ചെയ്യുക എന്നതാണ് പമ്പിംഗ് കാര്യക്ഷമമായില്ലെങ്കിൽ അധികൃതർക്ക് മുന്നിലുള്ള പോംവഴി. ഇതും ശ്രമകരമായിരിക്കും. കൊടും ചൂടിൽ ദാഹം തിളയ്ക്കുമ്പോൾ ആശങ്കയുടെ പൊള്ളുന്ന ദിനങ്ങളിലൂടെയായിരിക്കും കാലവർഷമെത്തും വരെ നാടിൻ്റെ സഞ്ചാരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത വേനലിനെ തുടർന്നുണ്ടായ ഉഷ്ണതരംഗത്തിൽ നെൽവയലും കവുങ്ങിൻ തോട്ടവും കത്തിനശിച്ചു. പത്തിരിപ്പാല പുലാച്ചേരി മന വാസുദേവൻ നമ്പൂതിരിയുടെയും സഹോദരൻ നാരായണൻ നമ്പൂതിരിയുടെയും ഉടമസ്ഥതയിലുള്ള 300-ലേറെ വരുന്ന കവുങ്ങുകളും 25 വാഴകളുമാണ് കനത്ത ചൂടിൽ കത്തിക്കരിഞ്ഞത്. സഹോദരൻ നാരായണൻ നമ്പൂതിരിയുടെ നെൽവയലിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആദ്യം താനെ തീ പടർന്നത്. തീ പടരുന്നതിനിടെ ശക്തമായ ചുഴലിക്കാറ്റും ഉണ്ടായതോടെയാണ് തീ ഉയരത്തിൽ പടർന്നു പിടിച്ച് കവുങ്ങുകളും വാഴകളും കത്തി നശിച്ചത്. വാസുദേവൻ നമ്പൂതിരിയുടെ കായകൾ വന്ന 300 കവുങ്ങുകളും സഹോദരൻ നാരായണൻ നമ്പൂതിരിയുടെ 25 വാഴകളുമാണ് നശിച്ചത്. തീ ആളിപ്പടർന്നതോടെ നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഉഷ്ണതരംഗത്തെ തുടർന്ന് നെൽവയലിന് മധ്യഭാഗത്ത് താനെ തീ പടരുകയായിരുന്നുവെന്ന് സംഭവം നേരിൽ കണ്ട നാരായണൻ നമ്പൂതിരിയും കുടുംബവും STVയോട് പറഞ്ഞു. 11:30 മണിക്കൊക്കെയാണ് ഇത് തുടങ്ങിയത്, കത്തിപ്പിടിക്കാൻ തുടങ്ങിയത്. പിന്നെ കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും കത്താൻ തുടങ്ങി. കത്തി മുഴുവനെ കത്തി മരങ്ങളും പിന്നെ ഈ വാഴ വിരിഞ്ഞ കഴുങ്കും കുറേ പോയിട്ടുണ്ട്. ഏകദേശം 10-300 കഴുങ്ക് കത്തിപ്പോയിട്ടുണ്ട്. തീ പിടിക്കാൻ ഞങ്ങളുടെ സംശയം ഉഷ്ണതരംഗമാണ്, അല്ലാണ്ട് തീയ ഞങ്ങളൊന്നും ആരും തീയിട്ടിട്ടില്ല, ആരും തീയ വന്നിട്ടുമില്ല. 2 മണിയാകുമ്പോൾ ഭയങ്കരമായിട്ട് തീ അവിടെ നിന്ന് ഒന്നിച്ച് കത്തിയും കൂടെ പടർന്നു വരിക ചെയ്തത്. ഇത് അങ്ങനെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേ. അപ്പോൾ ഉഷ്ണതരംഗത്തിൻ്റെ ഒരു വിഭാഗമായിട്ട് ചൂട് വന്നിങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കത്തിയിട്ട് വരിക ഉണ്ടായത് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട്. ഇത് ഈ അറ്റം വരെ കത്തും ചെയ്തു. വല്ലാതെ പുക വന്നേ, പുക അങ്ങനെ നിറഞ്ഞിങ്ങനെ അന്തരീക്ഷം മുഴുവൻ പുക ചീറ്റി നിൽക്കുകയാണ്. പെട്ടെന്ന് പുക ഇങ്ങോട്ട് വന്നു, പുക വന്നു, പിന്നെ അങ്ങോട്ട് കത്തിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നു, അവിടെ നിന്ന് അറ്റത്തുനിന്ന് ഇതുവരെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളത്ത് ഉപയോഗശൂന്യമായ കിണറിൽ നിന്ന് വൻതോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കുന്നംകുളം YWCA റോഡിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിൽ നിന്നാണ് വൻതോതിൽ പുക ഉയർന്നത്. പുക ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. കുന്നംകുളം സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിക്സൺ പോൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഹരിക്കുട്ടൻ, ശരത് സ്റ്റാലിൻ, ഷിനോജ്, നിഖിൽ ശ്രീനിവാസ്, അശ്വിൻ അശോകൻ, ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി. തുടർന്ന് അരമണിക്കൂറോളം ഉപയോഗശൂന്യമായ കിണറിലേക്ക് വെള്ളം പമ്പ് ചെയ്തതോടെയാണ് പുകയ്ക്ക് ശമനമായത്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് കിണറിൽ കൂട്ടിയിട്ട മാലിന്യത്തിന് തീ കൊളുത്തിയതാകാം പുക ഉയരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉഷ്ണതരംഗം. സംസ്ഥാനത്ത് അംഗനവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി നൽകിയെങ്കിലും ടീച്ചർമാരും ഹെൽപ്പർമാരും അംഗനവാടിയിൽ എത്തണമെന്നതാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ നിർദ്ദേശം. കുട്ടികളില്ലാത്ത അംഗൻവാടികളിൽ എത്തുന്നതിൽ അംഗൻവാടി ജീവനക്കാർക്ക് അതൃപ്തിയുണ്ട്.
അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ സംസ്ഥാന ശിശുവികസന വകുപ്പ് നിർദ്ദേശിച്ചത്. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നുമാണ് നിർദ്ദേശം. കൂടാതെ അംഗൻവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കണമെന്നും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിച്ചു നൽകണമെന്നും വനിതാ ശിശു വികസന വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന വനിതാ ശിശു വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുതുരുത്തി 1-ാം മൈൽ മാരിയമ്മൻ കോവിലിന് സമീപം പ്രവർത്തിക്കുന്ന 16-ാം നമ്പർ അംഗൻവാടിയിൽ രാവിലെ 9:30 തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന അംഗൻവാടി പ്രവർത്തകർ എത്തിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും 2 മാസക്കാലം അവധിയുണ്ടെന്നും കലണ്ടറിൽ ചുവപ്പക്കമുള്ള ദിവസങ്ങളല്ലാതെ തങ്ങൾക്ക് അവധി ലഭിക്കുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. ഗവൺമെൻറ് ഒരാഴ്ചത്തെ ലീവ് അംഗൻവാടികൾക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരും ആയമാരും ജോലിക്ക് വരികയും വേണം. ഈ ഒരാഴ്ച അവർക്കും കൂടി ലീവ് കൊടുക്കുന്നതല്ലേ ഗവൺമെൻറ് ചെയ്യേണ്ടത്. 2 മാസം സ്കൂളുകൾക്കും കോളേജുകൾക്കും ഗവൺമെൻറ് ചില സ്ഥാപനങ്ങൾക്കൊക്കെ ലീവുകളുള്ളതാണ്. വക്കീലിനും കോടതിക്കൊക്കെ ലീവുള്ള സമയത്ത് ഈ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരാഴ്ചത്തെ ലീവ് അവർക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്, ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളത്ത് പഞ്ചായത്തിന്റെ ആർട്ടിഫിഷ്യൽ ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂലൈയിൽ ടർഫ് കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്താണ് മൈതാനമൊരുങ്ങുന്നത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 4,32 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മൈതാന നിർമ്മാണം. സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, ഗാലറി, ബിൽഡിംഗ്, ടോയ്ലറ്റ് കം ചേഞ്ച് റൂം, ഫെൻസിംഗ്, മറ്റനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രവൃത്തികളാണ് പ്രധാനമായുള്ളത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഗാലറിയുടെ പ്രവൃത്തിയും പൂർത്തിയായി. പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 5 മാസം കാലാവധി കരാറുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് നീട്ടി നൽകിയിരുന്നു. ഒരു ചെറിയ തുക വാണിയംകുളം പഞ്ചായത്തിന് ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈതാനത്തിന്റെ നടത്തിപ്പിനായി ഒരാളെ ചുമതലപ്പെടുത്തും. എറണാകുളം സ്വദേശി VM സാജിദാണ് കോൺട്രാക്ടർ. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ടർഫ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ 4,32 ലക്ഷം രൂപ ചെലവിൽ വാണിയംകുളം ടൗണിൽ പഞ്ചായത്തിന്റെ ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കണ ടർഫ് ഫുട്ബോൾ മൈതാനവും നടപ്പാതറയും പണി ഏതാണ്ട് ഒരു പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായ രീതിയിൽ നടന്നു വരികയാണ്. നല്ല രീതിയിലുള്ളൊരു ടർഫ് ഫുട്ബോൾ മൈതാനം, അതുപോലെ തന്നെ സായാഹ്നങ്ങളിൽ ആളുകൾക്കൊരു നടപ്പാത തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ടർഫ് ഫുട്ബോൾ മൈതാനത്തിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ് എന്നറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അപകടം കുറയ്ക്കാൻ സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് ഹമ്പ് സ്ഥാപിക്കണമെന്ന 2019 നാറ്റ്പാക് നിർദ്ദേശം ഒറ്റപ്പാലം നഗരസഭ നടപ്പാക്കുന്നത് 5 വർഷങ്ങൾക്കിപ്പുറം. ഹമ്പ് സ്ഥാപിച്ചത് ആഴ്ചകൾക്ക് മുമ്പ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിച്ചതിനെ തുടർന്നുണ്ടായ വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ്. പലപ്പോഴും അധികൃതർ നിയമം നടപ്പിലാക്കുന്നത് ഒരാളുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമ്പോഴാണെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബസ്സുകളുടെ അമിത വേഗത കുറയ്ക്കാനായി ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ഹമ്പ് സ്ഥാപിച്ച നടപടി. 2019 തന്നെ നാറ്റ്പാക്കിന്റെ പഠനത്തിൽ ഹമ്പുകൾ സ്ഥാപിക്കാനായി നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്തു വരുന്ന ഒരു അതിഥി തൊഴിലാളിയുടെ ജീവൻ അമിത വേഗതയിലെത്തിയ ബസിന്റെ ചക്രങ്ങൾക്കിടയിൽ കുരുങ്ങുമ്പോൾ മാത്രമാണ് അധികൃതരുടെ കണ്ണ് തുറന്നത്. അപകടം നടന്നയുടൻ തന്നെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ട്രാഫിക് ക്രമീകരണ സമിതി ചേർന്ന് അടിയന്തര നടപടി കൈക്കൊണ്ടില്ലെന്ന ആക്ഷേപവും പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉന്നയിച്ചിരുന്നു. ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചയുടൻ വേഗത കൂട്ടുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ടെന്നും പ്രവേശന ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ സ്വാഭാവികമായി വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഉടനടി പരിഹാരം കാണണമെന്ന് കാണിച്ച് യാത്രക്കാരും നിരവധി തവണ പരാതിയും നൽകിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം പുനർവിചിന്തനത്തിന് തയ്യാറാകുന്ന അധികൃതരുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാവട്ടെ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഗുരുകൃപ കഥകളി വിദ്യാലയത്തിന് 3ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നടന്നു. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് എത്രമാത്രം ബഹുസ്വരമായി നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അത് സംസ്കാരത്തിലായാലും സാഹിത്യത്തിലായാലും ഭാഷയിലായാലും ജീവിതത്തിലായാലും ഒക്കെ വൈവിധ്യങ്ങൾക്ക് മേൽ വലിയ തോതിലുള്ള സ്വേച്ഛാധിപത്യപരമായ എതിർപ്പുകൾ വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം കെ ശ്രീവത്സൻ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കൂടിയാട്ടമാചാര്യൻ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി എന്നിവർ മുഖ്യാതിഥിയായി. ദശമുഖം പുരസ്കാരം കലാമണ്ഡലം കൃഷ്ണദാസിനും, രമണീയം പുരസ്കാരം കലാമണ്ഡലം ഹരിദാസിനും, സമഗ്ര പുരസ്കാരം ചാലക്കുടി മുരളിക്കും, കൃഷ്ണപ്രഭ പുരസ്കാരം നന്ദന തെക്കുംപാടനും സമ്മാനിച്ചു. ഡോക്ടർ രാഹുല സറയ്ക്കൽ, മീര രാമോഹൻ എന്നിവർക്ക് എൻഡോമെന്റ് വിതരണവും നടന്നു. MV രാജൻ, വി രാമൻകുട്ടി, നാരായണൻകുട്ടി നായർ, MJ ശ്രീചിത്രൻ, ശ്രീകുമാർ പാപ്പുള്ളി, നെടുമ്പുള്ളി രാമോഹൻ, P പ്രദീപ്, നർമ്മദ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കര മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളോടുകൂടിയാണ് മാരിയമ്മൻ പൂജാ മഹോത്സവം ആഘോഷിക്കുകയെന്ന് ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് പാണ്ടിമേളം, ഉടുക്കുപാട്ട്, ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടെ മാരിയമ്മന്റെ സുവർണകുംഭം എഴുന്നള്ളിപ്പ് നടക്കും. ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണിത്. വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയ ഭക്തരെ മാരിയമ്മൻ കാണാനെത്തുന്നുവെന്ന പ്രത്യേകതയും എഴുന്നള്ളിപ്പിനുണ്ട്. വൈകിട്ട് 6:30 നടക്കുന്ന മെഗാഷോയിൽ സിനിമാ പിന്നണി ഗായിക രഞ്ജിനി ജോസിന്റെ ഗാനമേളയും ഉണ്ടാകും. ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, വിളക്ക് പൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം ഗജവീരന്മാർ, പഞ്ചവാദ്യം, വിളക്കാട്ടം, ശിങ്കാരിമേളം, തകിൽ എന്നിവയുടെ അകമ്പടിയോടെ മാവിളക്ക് ഘോഷയാത്രയും നടക്കും. ചേലക്കര പഴയ പള്ളിയിൽ നിന്ന് മെഴുകുതിരി തെളിയിച്ചാണ് രാജകീയ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് തുടക്കമാവുന്നത്. ചേലക്കര സെന്റർ കോൺവെന്റ് സ്കൂൾ പരിസരം വരെ എത്തി തിരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു. ഇത്തവണ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് തട്ടകത്തമ്മയുടെ തിടമ്പേറ്റുന്നത് ഗുരുവായൂർ കണ്ണന്റെ മാനസപുത്രൻ ഗുരുവായൂർ ദേവസ്വം നന്ദനാണ്. ഒപ്പം തന്നെ വാദ്യകുലപതി കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രമാണത്തിൽ 50-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം, നാദസ്വര കുലപതി കോട്ടപ്പടി സുരേന്ദ്രൻ നയിക്കുന്ന തകിൽ, ബ്ലൂ മാജിക് പൊന്നൻ നയിക്കുന്ന ശിങ്കാരിമേളം, കലാരൂപങ്ങൾ, വിളക്കാട്ടം തുടങ്ങിയവയും ഉണ്ടാകും. സമാപന ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഭജന, ക്ഷേത്രാങ്കണത്തിൽ ഭക്തജനങ്ങളുടെ പൊങ്കാല സമർപ്പണം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം പെരുമ്പൂജ, തുടർന്ന് ഗൃഹപൂജയ്ക്കായുള്ള അമ്മൻ സുവർണകുംഭം എഴുന്നള്ളിപ്പ്, രാത്രി കുമ്മിയടി, സുവർണകുംഭങ്ങൾ നിമഞ്ജനം ചെയ്യൽ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികളായ ഗുരുശരൺ, വിനീത് വെങ്ങാനല്ലൂർ, CR രാജേഷ്, CK മോഹൻരാജ്, കിഷോർ കുമാർ, ഉദയകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം 2024 ഈ ഏപ്രിൽ 30, മെയ് 1-2 തീയതികൾ പൂർവാധികം ഭംഗിയായി നല്ല മനോഹര കാഴ്ചകളായി വർണ്ണവിസ്മയങ്ങളോടുകൂടി തന്നെ എല്ലാ കൊല്ലത്തിനും ഉപരി നല്ല രീതിയിൽ തന്നെ നടത്തപ്പെടാൻ പോവുകയാണ്. ഉത്സവ ദിവസമായ ഏപ്രിൽ 30 ചൊവ്വാഴ്ച രാവിലെ പൊതുപ്പാലത്ത് നിന്നും അമ്മക്കരങ്ങൾ എഴുന്നള്ളിപ്പാണ്. അമ്മക്കരങ്ങൾ എഴുന്നള്ളിക്കുന്നതോടൊപ്പം ആന, പാണ്ടിമേളം, ആട്ടക്കരകം, ഉടുക്കുവാദ്യം, അക്കിൻചട്ടി എന്നിവയോടുകൂടിയാണ് നമ്മൾ അമ്മക്കരകങ്ങളെ എഴുന്നള്ളിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. EP ജയരാജൻ, പ്രകാശ് ജാവ്ഡേക്കർ കൂടിക്കാഴ്ച വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വ്യക്തിജീവിതത്തിലും വലിയ ജാഗ്രത പുലർത്തണം. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ ചെറിയ അശ്രദ്ധ പോലും ഉണ്ടാകരുത്. ഭൂപതിവ് ഭേദഗതി ബിൽ വിഷയത്തിൽ ഗവർണർക്കെതിരെയും മന്ത്രിയുടെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ബില്ലിൽ ഒപ്പിടാതിരുന്നത് ദുരൂഹമെന്നും മന്ത്രി. കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി വാങ്ങുന്നത് അമിത വില നൽകി. പോംവഴി വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതു മാത്രം. പവർ കട്ട് ഒഴിവാക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്നും മന്ത്രി. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. സൂര്യാഘാതം വർദ്ധിക്കാൻ സാധ്യത.
പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ബസ് സ്റ്റാൻഡുകളിൽ അപകടം കുറയ്ക്കുന്നതിനുള്ള നാറ്റ്പാക് നിർദ്ദേശം ഒറ്റപ്പാലത്ത് നടപ്പാക്കിയത് 5 വർഷത്തിനിപ്പുറം. ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് ഹമ്പ് സ്ഥാപിച്ച് വേഗത നിയന്ത്രിക്കണമെന്ന് നാറ്റ്പാക് നിർദ്ദേശിച്ചത് 2019. ഒറ്റപ്പാലത്ത് ഇക്കാര്യത്തിൽ നടപടിയുണ്ടായത് ആഴ്ചകൾക്ക് മുമ്പ് അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ മാത്രം. വാണിയംകുളത്ത് പഞ്ചായത്തിന്റെ ആർട്ടിഫിഷ്യൽ ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ടർഫ് ജൂലൈ മാസത്തോടെ കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കും. ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള മൈതാനം ഒരുക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച 4,32 ലക്ഷം രൂപ ചിലവിൽ. നിർമ്മാണം സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.